വിജയ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയ് നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ജനനായകൻ എന്ന് പറയുന്ന സിനിമ. വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായിട്ട് എത്തുന്ന സിനിമ കാണാൻ വേണ്ടി വിജയ് ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. പൊങ്കൽ റിലീസായിട്ട് എത്താനിരുന്ന ചിത്രത്തിന് എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ റിലീസ് നീട്ടി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും മാർച്ചായിട്ടും ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച യാതൊരുവിധ അപ്ഡേറ്റുകളും ഉറപ്പാക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന് മറ്റൊരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആയിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 121 കോടി രൂപയുടെ കരാറായിരുന്നു ആമസോൺ പ്രൈം വീഡിയോസും ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടത്തിയിട്ടുണ്ടെന്നത്. എന്നാൽ റിലീസ് ഇതുവരെ നടക്കാത്ത സാഹചര്യത്തിൽ ചിത്രത്തിനായിട്ട് നൽകിയ തുക പൂർണ്ണമായിട്ടും തിരികെ നൽകണമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മാസം 9-ാം തീയതി ചിത്രം കാണുമെന്നായിരുന്നു CBFC റിവൈസിംഗ് കമ്മിറ്റി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരാൾ രോഗബാധിതനായെന്നാണ് വിശദീകരണം. ഇനി എപ്പോഴായിരിക്കും സ്ക്രീനിംഗ് എന്നതിൽ വ്യക്തതയില്ല. മുൻ നിശ്ചയിച്ച പ്രകാരം 9-ാം തീയതി സ്ക്രീനിംഗ് നടന്ന ചിത്രം തിയേറ്ററിലേക്ക് മെയ് മാസത്തിൽ എത്താനായിരുന്നു സാധ്യതകൾ കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ ജൂൺ മാസം വരെ ചിത്രത്തിന്റെ റിലീസ് നീളാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിജയ് ചിത്രം നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. വിനോദായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൽ മമിതാ ബൈജുവും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കാത്തിരിക്കാം. ഉടൻ തന്നെ ജനനായകൻ തിയേറ്ററിലോട്ട് എത്തുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.